ചോദിക്കേണ്ടത്. അവർ പലർക്കും പറഞ്ഞല്ലോ 2 ദിവസം മുമ്പാണ് എന്നോട് പറഞ്ഞത്, 3 ദിവസം മുമ്പാണ്. എന്നെ മൊത്തത്തിൽ പറയാൻ പറ്റും 3 ദിവസം മുമ്പ് അറിയിച്ചത്? ഇല്ല. അപ്പൊ എന്തിനാ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്? എന്നെ 2 ദിവസം മുമ്പാണ് ഇവിടെ വിളിച്ചത്, 3 ദിവസം മുമ്പ് മാക്സിമം എന്നൊക്കെ. അനീഷ് ആദ്യമായിട്ട് വിളിച്ച് അനീഷ് ഇന്നാന്ന് പറയുന്ന ആൾ ഞാനാണ്. ആ വിളിച്ച കോൾ വേണ്ടിയിട്ടുണ്ട്, അന്നാഴ്ച മെസ്സേജ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് അതിന് ബാക്കി കാര്യങ്ങളുണ്ട്. ഞാൻ എന്നിട്ട് സർപ്രൈസ് ആവുന്നത് എന്നെ എല്ലാവരും വിളിച്ച് ചോദിച്ചു 2 ദിവസം മുമ്പാണ് അനീഷോട് പറഞ്ഞത്. എങ്ങനെ അങ്ങനെ ഒരു കള്ളം? അത് ആക്ച്വലി അത് കള്ളം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്ത് തരുന്നു. പക്ഷേ ഇത് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറെ നാൾ ഒരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ ചിലപ്പോൾ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ ഞാൻ പുറത്തുള്ള കാര്യങ്ങൾ 2 ദിവസം മുമ്പ് എന്നുള്ളത് ഒരു മറവിയാണോ അനീഷ്? ബിക്കോസ് നമ്മൾ നമ്മുടെ ഡോക്യുമെന്റേഷൻ വീട്ടിൽ എടുക്കാൻ വരുന്നു, അത് കഴിഞ്ഞ് മൈജിയിൽ പോയി ഷൂട്ട് ചെയ്തു. ഈ പ്രോസസ് അനീഷ് മറന്നു പോയിരുന്നു. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അനീഷിനെ നല്ല രീതിയിൽ പൊളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വേറെ ഒരാളുടെ അടുത്ത് ഈ പുള്ളിക്കാരത്ത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചായിട്ട് എൻ്റെ ഒരു ഓർമ്മയിലില്ല. ഇറങ്ങി വന്ന എല്ലാവരുടെ അടുത്തും ഇതേപോലെ ഫയർ ചെയ്ത്. കാരണം അനീഷ് ഓഡീഷൻ സമയത്ത് വേറൊരാളും വീടിനുള്ളിൽ കയറിയ സമയത്ത് വേറൊരാളുമായിരുന്നു എന്ന് ഭയങ്കര വിസിബിളായിരുന്നു. കാരണം പുള്ളിക്കാരത്തിൻ്റെ ഓരോ ക്വസ്റ്റ്യൻ ചെയ്തെന്നും അറിയാൻ പറ്റുന്നുണ്ട്. കാരണം പുള്ളിക്കാരത്തിയായിരുന്നു അനീഷിനെ വിളിച്ചത്, അനീഷിനെ ഓഡീഷന് വിളിച്ചതുമൊക്കെ ഈ പുള്ളിക്കാരത്തിയായിരുന്നു. അതിനുശേഷം ഇത്രയും കാര്യങ്ങൾ നടന്നു, വീഡിയോ എടുത്തു, അതായത് ഓഡീഷൻ നടന്നു, ഇൻ്റർവ്യൂ കഴിഞ്ഞു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ 10, 13, 14 ദിവസം നടന്നിട്ട് അനീഷ് 2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ എന്ന് വലിയൊരു കള്ളം പറഞ്ഞു. അനീഷ് പിന്നെ അത് ബിഗ് ബോസിൽ ഓൾറെഡി സമ്മതിച്ചില്ല. ലാലേട്ടൻ വന്ന് അത് എക്സ്പോസ് ചെയ്തു അനീഷിനെ. പക്ഷേ അനീഷ് എല്ലാവരും ഭയങ്കര സത്യസന്ധൻ എന്ന് പറയുമ്പോൾ അനീഷിൻ്റെ കയ്യിൽ ഒരുപാട് കള്ളത്തരങ്ങളുണ്ട് കേട്ടോ. അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടി പുള്ളിക്കാരത്ത് ചോദിക്കുന്നുണ്ട്. ഈ അനുമോൾ ഹൗസിനുള്ളിലോട്ട് കയറി വന്ന സമയത്ത് അനുമോളെ അറിയാനേ പാടില്ലായിരുന്നു, അനുമോൾ എന്ന വ്യക്തി ആരാന്ന് അറിയത്തില്ലായിരുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ മീഡിയയുടെ മുൻപിലും അല്ലെങ്കിൽ ബിഗ് ബോസിന് വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ച ആൾ, 5 വർഷമായിട്ട് ശ്രമിച്ച ആൾ, അറ്റ്ലീസ്റ്റ് ഈ ബിഗ് ബോസിലേക്ക് കയറുന്നതിന് മുൻപേ ആരൊക്കെയാണ് വരുന്നതെന്നെങ്കിലും ചെറിയൊരു ന്യൂസെങ്കിലും കിട്ടാതിരിക്കത്തില്ലല്ലോ. അപ്പോൾ അനുമോളെ ഒട്ടും അറിയാത്തൊരു വ്യക്തി ആയിരിക്കത്തില്ലല്ലോ. അനുമോളത്ത് ഭയങ്കര ഫേമസ് അല്ല, ഭയങ്കര ഒരു ആക്ട്രസ് ഒന്നും അല്ല, എങ്കിലും തീരെയും അറിയാത്തൊരു വ്യക്തിയല്ല. ഉള്ളതിൽ കുറച്ചെങ്കിലും ഫേമസ് ആയിട്ടുള്ളത് അനുമോളായിരുന്നു. അവിടെയും അനീഷ് കള്ളം പറഞ്ഞു. അനീഷ് അന്നേരം ബപ്പ അടിക്കുന്നുണ്ട്. അത് പിന്നെ ഞാൻ അത് കയറി വന്ന സമയത്ത് മേക്കപ്പ് ആയിരുന്നു എന്നുള്ള രീതിയിലൊക്കെ അനീഷ് പറയുന്നുണ്ട്. എനിവേ അത് പുള്ളിക്കാരത്തെ അങ്ങ് സഹിച്ചു. അതേപോലെ ബിഗ് ബോസിലേക്ക് വരാൻ വേണ്ടി 5 വർഷം ലീവ് എടുത്തൊരു കഥ ബിഗ് ബോസ് ഹൗസിൽ മൊത്തം അനീഷ് പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഓഡിഷൻ സമയത്ത് വേറൊരു സ്റ്റോറി ആയിരുന്നു, അതും എക്സ്പോസ് ചെയ്യുന്നുണ്ട്. ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അനീഷിന്, ഒരു ഗൾഫിലേക്ക് പോകാനുള്ളത്, അതൊരു വലിയ ജോലിയായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് അനീഷ് ശരിക്കും 5 വർഷം അവധിയെടുത്തത്, ബിഗ് ബോസിലേക്ക് വരാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ ആ ഇൻ്റർവ്യൂവിന് പോയി അവിടെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പക്ഷേ തിരിച്ച് വന്ന് ഒരുപാട് കാലുകൾ നോക്കിയിരുന്നിട്ടും അനീഷിന് ആ ഇൻ്റർവ്യൂവിൻ്റെ കോളും അല്ലെങ്കിൽ അവരുടെ അടുത്തുനിന്ന് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസും കിട്ടാതിരുന്ന സമയത്താണ് ബിഗ് ബോസിൽ നിന്ന് ഇങ്ങനെ ഒരു കോള് വരുന്നതും അനീഷ് ബിഗ് ബോസിൽ കയറുന്നതും. അതല്ലാതെ ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ട് 5 ഇയർ ലീവ് എടുത്ത ഒരാളല്ല അനീഷ്. അങ്ങനെ ഒരു കള്ളം പറഞ്ഞിരുന്നു. ലാലേട്ടൻ പലവട്ടം ചോദിച്ചിട്ടും അനീഷ് ഒരിക്കൽ പോലും ഇങ്ങനൊരു കാര്യം, ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് അനീഷ് പറഞ്ഞിട്ടില്ല. അതേപോലെ അനുമോളോട് പെട്ടെന്ന് തോന്നിയൊരു ഇഷ്ടത്തെക്കുറിച്ചൊക്കെ അഞ്ജന ചോദിക്കുന്നുണ്ട്. അതിപ്പോൾ ചോദിക്കുമ്പോഴും അനീഷ് ഇതേപോലെ തന്നെ ഷാനവാസ് കാരണമാണ്, ഷാനവാസിനോടുള്ള ഫ്രണ്ട്ഷിപ്പ് കാരണമാണെന്നൊക്കെയാണ് അനീഷ് പറയുന്നത്. പെട്ടെന്ന് അനുമോളോട് ഒരു പ്രേമം തോന്നുക, ഷാനവാസിനോടുള്ള ഫ്രണ്ട്ഷിപ്പ് പിന്നെ ലാലേട്ടനായിട്ട് ഉണ്ടാക്കി കൊടുത്തൊരു ഫ്രണ്ട്ഷിപ്പാണ്. അനീഷ് പെട്ടെന്ന് മനസ്സിലാക്കി അത് ആ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ പുറത്ത് നല്ല രീതിക്ക് പോകുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ അനീഷ് അന്ന് തൊട്ട് പെട്ടെന്നൊരു ചേഞ്ച് ആയിരുന്നു. അല്ലാതെ ഷാനവാസ് ഉണ്ടാക്കി അല്ലെങ്കിൽ എടുത്ത് മാറ്റിയൊരു ആളേ അല്ല അനീഷ്. പെട്ടെന്ന് അനീഷിലുള്ളൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരുന്നു പെട്ടെന്ന്. ഇപ്പം ഷാനവാസിൻ്റെ ആ ഒരു ക്രെഡിറ്റ് ഷാനവാസ് അങ്ങ് എടുത്തു. ഫ്രണ്ട്ഷിപ്പൊക്കെ പിന്നെ അത് കഴിഞ്ഞ് നല്ല രീതിക്ക് തന്നെ പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഇതിനകത്ത് പറയാൻ വന്നത് ശരിക്കും അതിന് മുൻപുണ്ടായിരുന്ന ഒരു അനീഷ് അതൊരു റിയൽ അല്ല. അനീഷ് ഭയങ്കര ഫേക്കായിരുന്നു. അനീഷ് പറഞ്ഞു എനിക്ക് അഭിനയിക്കാൻ അറിയില്ല, എനിക്ക് അങ്ങനെ ചെയ്യാറില്ല, ഞാനിതൊന്നും ചെയ്യാറില്ലെന്ന്. അനീഷിൻ്റെ എന്തോരം വീഡിയോസായിരുന്നു പുറത്ത് വൈറലായിട്ട് നടന്നുകൊണ്ടിരുന്നത്. അനീഷ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ആയിക്കോട്ടെ, അനീഷ് ചെയ്യുന്ന ഒരുപാട് ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രചാരണത്തിലുണ്ടായിരുന്നു അനീഷ്. എന്നിട്ട് അനീഷ് പറഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ അറിയത്തില്ല. അതും ലാലേട്ടൻ ഹൗസിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ എക്സ്പോസ് ചെയ്തു. അതിനുശേഷം അനുമോളെക്കുറിച്ചുള്ള പ്രണയാഭ്യർത്ഥന ചോദിച്ചു. അപ്പോൾ അനീഷ് അതിങ്ങനെ പെട്ടെന്ന് തോന്നി, പിന്നെ അതങ്ങ് വിട്ടു എന്നുള്ള രീതിയിൽ പറഞ്ഞു. പിന്നെ അഞ്ജന എടുത്തു ചോദിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ റീഎൻട്രി വന്ന സമയത്ത് ആർക്ക് നേരെയായിരുന്നു അതിക്രമണം. അനീഷ് ഒരു തരത്തിൽ പറയുന്നില്ല. അനീഷിന് നല്ല വ്യക്തമായിട്ട് അറിയാം അനുമോൾക്ക് നേരെയായിരുന്നു, വേറെ ഒരാൾക്കും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല അവിടെ എന്നുള്ള രീതിയിൽ നല്ല രീതിക്ക് അനീഷിന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പോലും അനീഷിൻ്റെ പേരൊഴിച്ച് ബാക്കി എല്ലാവരുടെയും പേരാണ് പറയുന്നത്. അതിലേക്ക് നൂറയ്ക്ക്, ഷാനവാസിന്, അക്ബറിന്, അനുമോൾക്ക്, ഇന്നൊരാൾക്ക് അല്ലെങ്കിൽ അനുമോൾ കാണുക എന്നുള്ളത് അനീഷ് പറയുന്നില്ല. അനുമോൾ കാണുമെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് അഞ്ജന ചോദിക്കും എന്തുകൊണ്ട്, ഇത്രയുമൊക്കെ സ്നേഹം ഉണ്ടായിരുന്നൊരു വ്യക്തിയല്ലേ. അനുമോൾക്ക് ഇങ്ങോട്ട് സ്നേഹം ഉണ്ടായിരുന്നില്ല, പക്ഷെ അങ്ങോട്ടൊരു ഇഷ്ടം ഉണ്ടായിരുന്ന വ്യക്തിയായിട്ട് എന്തുകൊണ്ട് അനീഷ് അതിനകത്തൊന്ന് ഇൻവോൾവ് ആകാൻ ശ്രമിച്ചു പോലുമില്ല എന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും പുള്ളിക്കാരത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിന് അനീഷിന് ആൻസർ ഇല്ല. കാരണം അനീഷിൻ്റെ ആ പ്രേമവും വെറും ഗെയിമായിരുന്നു, വെറും ഫേക്കായിരുന്നു. ഒരിക്കൽ പോലും സത്യസന്ധമായിട്ട് തോന്നില്ല. അല്ലെങ്കിൽ പിന്നെ പോയാൽ ഒരു വാക്ക് കിട്ടിയാൽ ഒരു പെണ്ണ് എന്നുള്ള രീതിക്കും വേണമെങ്കിൽ അനീഷ് ചിന്തിച്ച് കാണും. എന്തായാലും ആ ഒരു സ്നേഹത്തിന് ഒരു ജെനുവിനിറ്റിയും ഉണ്ടായിരുന്നില്ല എന്നൊരു പ്രൂഫായിരുന്നു. എത്രയും പ്രശ്നത്തിൽ അനുമോൾ നിന്നപ്പോഴും യാതൊരു കൂസലും ഇല്ലാതെ എല്ലാവരെയും കൂടെ ചിരിച്ച് കളിച്ച് അനീഷ് നല്ല സന്തോഷത്തിൽ അനുമോളെ മൈൻഡ് പോലും ചെയ്യാൻ നടന്നത്. പക്ഷേ ഇത്രയൊക്കെ സ്നേഹമുള്ളൊരു വ്യക്തി ഉറപ്പായിട്ടും അതിന് തൊട്ട് മുൻപേ പുതപ്പ് കൊണ്ട് കൊടുക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, കെയറിങ് ചെയ്യുന്നു.
അറ്റ്ലീസ്റ്റ് ഒരു ഫ്രണ്ടെങ്കിലും ആയിരുന്നില്ലേ അനുമോള്? പ്രണയം വേണമെന്ന് പറയുന്നില്ല, അറ്റ്ലീസ്റ്റ് ഒരു ഫ്രണ്ടെങ്കിലും ആയിരുന്നില്ല. അനീഷ് എന്താ വിചാരിച്ചത്? അനീഷ് ഇങ്ങനെ ഒരു പ്രണയാഭ്യർത്ഥന നടത്തി കഴിഞ്ഞിട്ട് അത് നിരസിച്ച് കഴിയുമ്പോൾ അനുമോൾക്ക് അവിടെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് വരുമെന്ന്? ഒരിക്കലും ഇല്ല. ആ ഒരു പ്രണയം നിരസിച്ച് കഴിഞ്ഞതിന് ശേഷം അനീഷിൻ്റെ പ്രവൃത്തി കൊണ്ടാണ് അനീഷ് ഏറ്റവും കൂടുതൽ താന്നു പോയത്. അല്ലെങ്കിൽ അനീഷായിരുന്നു ശരിക്കും ജയിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കള്ളങ്ങൾ പുള്ളിക്കാരത്തി ഇവിടെ അനീഷിൻ്റെ എക്സ്പോസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും എല്ലാവരും വിചാരിക്കും ഓക്കെ അനീഷാണ് ഏറ്റവും നല്ലത്, അനീഷ് കോമണർ, അനീഷ് സത്യസന്ധൻ. പക്ഷേ അനീഷിൻ്റെ കയ്യിൽ സത്യസന്ധത മാത്രമല്ല, ഒരുപാട് കളത്തരങ്ങളുണ്ട്. പക്ഷേ അനീഷിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വിട്ട് ആരും ഉപദ്രവിച്ചിട്ടില്ല, ഒരു പരിധി വിട്ട് ആരെയും ഒന്നും പറഞ്ഞിട്ടില്ല. നല്ല രീതിക്ക് കളിച്ചു. ആളുടെ ഗെയിം 100% ഫേക്കായിട്ടാണെങ്കിലും അത് നല്ല രീതിക്ക് പുള്ളി അത് കളിച്ചു. അല്ലാതെ ആരെയും പ്രവോക്ക് ചെയ്യാനും ആരെയും അടിക്കാനോ അല്ലെങ്കിൽ ആരെ ചീത്ത വിളിക്കാനോ ഒന്നും പോയിട്ടില്ല. അങ്ങനത്തെ നോക്കുവാണെങ്കിൽ ക്വാളിറ്റി വൈസ് പുള്ളി നല്ലതാണ്. പക്ഷേ 100% ജെനുവിൻ ആണോ എന്ന് ചോദിച്ചാൽ 100% ജെനുവിൻ അല്ല. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എക്സ്പോസ്ഡ് ആവുന്നുണ്ട്.